ഇങ്ങനെ തന്നെ വേണം നിനക്ക്. ഞാൻ മര്യാദയ്ക്ക് ആഹാരം തന്നപ്പോൾ നീ എന്ത് ചെയ്തു? ആ മുറി കയറി ഇരുന്ന് കതക് അടച്ച് മിണ്ടാതിരുന്നു. ചിന്നക്കുട്ട കഴിക്കേ വാ വാ പറിച്ച് വന്നോ? വന്നില്ലല്ലോ. അപ്പം നീ അനുഭവിക്കടാ. അപ്പം മനസ്സിലാവുണ്ടല്ലേ വിശപ്പ് എന്താണെന്ന്. വാടാ വാ, വാടോ, വാട, ഇങ്ങോട്ട് 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 വന്നേ, വാ. എന്താ വേണ്ടേ? തരുമ്പോൾ നിനക്ക് അഹങ്കാരം. അപ്പം അനുഭവിക്കടാ. വിശക്കുണ്ടല്ലേ? ഇങ്ങനെ കുണാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഭക്ഷണം തരാം. വിശന്നിരിക്കൊന്നും വേണ്ട. തരും തന്നിരിക്കും. ഇനി രാത്രി ഭക്ഷണം തരുമ്പോൾ മുറി കയറി ഇരിക്കുക. മുറി കയറി ഇരിക്കുക. വാതിലടച്ചിങ്ങനെ ഇരിക്കുക. ഭക്ഷണം എങ്ങനെ കഴിക്കുക? ഇവിടെ 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 ആയിട്ടില്ല. മുഴുവൻ ചോദ്യമായിട്ടില്ല. അവിടെ ഇരിക്കടോ. ഇനി ചെയ്യോ ഇനി? മുറി കയറി ഇരുന്ന് വാലടച്ചിരിക്കുമെന്ന് മുറി കയറിയിട്ട്. ഇനി ചെയ്തു പട്ടിരിക്കിടും. നിനക്കും കൂടിയിട്ടാണ്. വാ നടക്ക് മുട്ട തരാം. പോട്ടെ, അങ്ങോട്ട് കിടന്നേ. മുട്ട വേണ്ടേ? മുട്ട വിശക്കുണ്ടല്ലേ? മനസ്സിലായി. ശരി. അയ്യോ, കണ്ണ് തട്ടിയാ. സോറി. ഇത് കുശുമ്പാണ്, വേറെ ഒന്നുമല്ല. കുശുമ്പ് മൂത്തിട്ട് ദേ ഇരിക്കണു 2 മുട്ട. വാ കഴിക്കണ്ടേ? മുട്ട അങ്ങനെ കഴിക്കാൻ പാടില്ല. പച്ചക്ക് കഴിക്കരുത്, അസുഖം പിടിക്കാം. മുട്ട ഉണ്ടാക്കി തരാം, ഓംലെറ്റ് ആക്കി തരാം. വാ പോരെ. വാ. മുട്ട കടിച്ച് തിന്നരുത്, പച്ചമുട്ട തിന്നരുത്. പച്ചമുട്ട തിന്ന് അസുഖം പിടിക്കാം. തരാം. ഒയ്യോ, വേണ്ട. ചാടി പിടിക്കരുത്. മുട്ട തരും. അവിടെ ഇരുന്ന നല്ല കുട്ടിയായിട്ട് ഇരുന്നാൽ മുട്ടയൊക്കെ തരും. അവിടെ ഇരുന്ന് ഇത് തരാതിരിക്കില്ല. എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോക്കെ. തരാം. തരും. അടങ്ങിയിരിക്കുക.